ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൻ്റെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 2 നാടകങ്ങളാണ് ഈ പ്രാവശ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 1ാം സ്ഥാനം നേടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെത്തിയ കെയർ ഓഫ് പൊട്ടക്കുളം എന്ന നാടകത്തിൻ്റെ പിന്നണി പ്രവർത്തകരും അഭിനേതാക്കളുമെല്ലാമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ സംവിധായകൻ ശിവദാസ് മാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഒരു കുട്ടികളുടെ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ? മൊത്തം നാടകങ്ങൾ നമ്മളെ ഇവരെ സംബന്ധിച്ചോളം ഭയങ്കര രസമായിട്ട് ഇവരെ ആക്ട് ചെയ്തു. കാരണം നമ്മളിപ്പോൾ ആദ്യമേ ഇവരോട് പറയുന്നൊരു കാര്യം മത്സരമൊന്നുമല്ല, നമ്മൾ നല്ല കഥ പറയുന്നു, നന്നായിട്ട് രസിച്ച് പറയുന്നു എന്ന് പറയുന്ന ഒരു തരത്തിൽ തന്നെ ഇവർ രസകരമായിട്ട് കഥ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടാവും, മാഷിക്ക് ഇഷ്ടമായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ നല്ല രസകരമായ രീതിയിൽ തന്നെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ മികച്ച രീതിയിൽ തന്നെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു സന്ദേശമാണല്ലോ ഇത് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ പറയാനുള്ളത്? അതായത് നമ്മുടെ പലപ്പോഴും പാഠപുസ്തകം അപ്പം മിത്തും യാഥാർത്ഥ്യം എന്നുള്ള 2 കാര്യങ്ങളാണ് വളരെ സമൂഹത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, പലപ്പോഴും വിവാദമാക്കപ്പെടുന്ന ഒരു വിഷയം. പലപ്പോഴും ഈ മിത്തിനെ വളരെ ഉയർത്തിക്കൊണ്ടുവന്ന് അത് യാഥാർത്ഥ്യമാണെന്ന് പെരുപ്പിച്ച് കാണിക്കാനുള്ളൊരു ശ്രമം പലപ്പോഴും ഉണ്ടാവാറുണ്ട്, നമ്മളെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ടല്ലോ പലതരത്തിലും. അതെല്ലാം ഞങ്ങളെ പാഠപുസ്തകങ്ങളൊക്കെ തന്നെ വളരെ പ്രിയപ്പെട്ടതും ആ ലോകത്ത് ഞങ്ങൾ കളിച്ചു വളരുന്നുണ്ടെന്നും ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന കഥ അല്ലെങ്കിൽ മിത്ത് അത് യാഥാർത്ഥ്യമായി വിശ്വസിക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ലെന്നും ആ കഥ ഒരു കുടുംബത്തിലെ പൂശാലയ്ക്കൽ തറവാട്ടിലെ ഒരു കല്യാണ വിഷയം വെച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ അവരുടേതായ സംഗീതത്തിൽ അവരുടേതായ കഥ പറച്ചിലിൽ അവർക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററൊക്കെ വെച്ചിട്ട് അവർ പറഞ്ഞൊരു കഥയായിട്ട് ആ കഥാപാത്രങ്ങളോട് കടന്നു പോകുന്നു എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ. അല്പം നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്നത് പണിക്കരാണത്. ഇതിൽ ഈ നാടകം കൊടുക്കുന്ന സന്ദേശം അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള സന്ദേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ നാടകത്തിൽ? ഞങ്ങൾ ഇത് ഈ ഒരു നാടകം ഞങ്ങളുടെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു നാടകം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഇത് ഒരു ഡയലോഗ് പറയുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഡയലോഗ് ആണ് ഞങ്ങൾ, അപ്പോൾ അത് ബാക്കിയുള്ളത് കൺവേ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയായിരുന്നു. എല്ലാ പ്രധാന കഥാപാത്രം 2 കല്യാണം കഴിക്കും അല്ലേ? എന്താണ് നാടകത്തെക്കുറിച്ചുള്ള അഭിപ്രായം? വളരെ അടിപൊളിയായിട്ടുള്ള നാടകമാണെന്നാണ് വിശ്വസിക്കുന്നത്. 7 പേരും 10 പേരും മൊത്തം ആൾക്കാരും നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു തവളപ്പണ്ട് നിൽപ്പുണ്ട്, മൈക്കപ്പഴിക്കാതെ നിൽക്കുന്നത് തവളപ്പണ്ട് മാത്രമാണ്. എന്താണ് കൂടുതൽ പറയാനുള്ള? നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും ഓഡിയൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൈയിട്ടോടെ കളിക്കാൻ കുറച്ച് സുഖമായി, അങ്ങനെ കളിച്ചു. ഇവരും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല ഒരു ഓഡിയൻസ്. ആ ഓഡിയൻസാണ് ഇവിടെയുള്ള മുഴുവൻ നാടകങ്ങൾക്കും ശക്തിയായി ആ ഘടകമായി നിൽക്കുന്നത്. ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.